പ്രിയമുള്ളവരെ, അന്തോണീസ് പുണ്യാളൻ 35-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. 1195 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ജനിച്ചു. ജൂൺ 13-ാം തീയതി മരിച്ചു 1231. ഈ മരണം കഴിഞ്ഞ് ശവസംസ്കാരം പെട്ടെന്ന് നടത്താൻ പറ്റി. വേറെ ഒന്നുമല്ല, വിശുദ്ധൻ മരിച്ചു എന്ന് വഴിയിലൂടെ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇറ്റലിയിലെ അർസെല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ വിശുദ്ധൻ മരണപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു. അവിടെ നിന്ന് പാതുവായിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അധികം ദൂരമില്ല, പക്ഷെ ആളുകളൊന്ന് പോയിട്ട് വേണമല്ല ഈ മൃതശരീരം ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 13-ാം തീയതി മരിച്ചിട്ട് ഈ ശരീരത്തിൽ അവിടെയുള്ളവർക്കൊന്ന് തൊടാൻ പറ്റിയത് 17-ാം തീയതി ആയപ്പോഴാണ്. അങ്ങനെ വെള്ളിയാഴ്ച ജൂൺ 13 വെള്ളിയാഴ്ചയാണ് മരിക്കുന്നത്. ശവസംസ്കാരം നടക്കുന്നത് 17-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ടാണ് ചൊവ്വാഴ്ചകളിൽ വിശുദ്ധനോടുള്ള വണക്കത്തിന്റെ ദിവസമായിട്ട് കത്തോലിക്ക സഭ ആചരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ വിശുദ്ധൻ 17-ാം തീയതി ശവസംസ്കാര കർമ്മത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വിശുദ്ധൻ സ്വീകരിച്ച വേറൊരു വിശുദ്ധന്റെ പേരുണ്ട്. ശരിക്കും അന്തോണീസ് എന്ന് പറയുന്നത് ഈ വിശുദ്ധന്റെ പേര്. വിശുദ്ധന്റെ പേര് ഫെർഡിനാൻഡ് അല്ലെങ്കിൽ ഫെർണാണ്ടോ എന്നാണ്. അങ്ങനെ ഈ വിശുദ്ധൻ ഈ ഫ്രാൻസിസ്കൻ സഭയിലേക്ക് ചേർന്നപ്പോൾ ഈജിപ്തിലെ വിശുദ്ധ അന്തോണി എന്ന് പറയുന്ന വലിയൊരു താപസനുണ്ടായി. ആ താപസന്റെ പേര് സ്വീകരിച്ചു. പക്ഷെ ആ താപസനെ മറന്നുപോയി. കാരണം പിന്നീട് ഈ വിശുദ്ധൻ ഇങ്ങനെ കത്തി നിൽക്കുന്നത് കൊണ്ട് സ്വീകരിച്ച വിശുദ്ധന്റെ പേര് മറന്നുപോയി. അതുകൊണ്ട് നമ്മളറിയാം, നമ്മളിങ്ങനെ മാമോദീസയിലൂടെയൊക്കെ പല പേരുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാകും. ഓരോ പേരിനും അർത്ഥമുണ്ട്, അതിൻ്റെതായ വ്യാപ്തി സഭയും ദൈവവും നമുക്ക് നൽകുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു 12-ാം തീയതി ജൂൺ 13-ാം തീയതി മരിച്ചിട്ട് 17-ാം തീയതി വരെ കാത്തിരിക്കാനുള്ള കാരണം ജനുവരി 17-ാം തീയതിയാണ് വിശുദ്ധന്റെ നാമഹേതുക തിരുനാളിന് കാരണമായ വിശുദ്ധ അന്തോണീസ്, ഈജിപ്തിലെ വിശുദ്ധ അന്തോണിയുടെ തിരുനാൾ. അതുകൊണ്ട് ദൈവം ചില നിമിത്തങ്ങൾ തരുമ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ചില യാഥാർത്ഥികമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഈ ചില സംഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഈ വിശുദ്ധൻ മരണമടഞ്ഞ്, ഈ വിശുദ്ധനെ സംബന്ധിച്ചിട്ടുണ്ട്, വിശുദ്ധൻ മരണമടഞ്ഞു കഴിയുമ്പോൾ ആദ്യത്തെ ചരമവാർഷികമുണ്ട്. അതിങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി വിശുദ്ധന്റെ സഹോദരങ്ങളും അല്ലെങ്കിൽ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ വിശുദ്ധന്റെ ചരമവാർഷികം ആഘോഷിക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ നടത്തുമ്പോൾ മെയ് 30-ാം തീയതി വിശുദ്ധൻ മരിച്ചു 1 വർഷമാകുന്നതിന് മുമ്പ് മെയ് 30-ാം തീയതി പരിശുദ്ധ പിതാവ് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഈ വിശുദ്ധന്റെ ചരമവാർഷികം അത് ആഘോഷിക്കണ്ട, കാരണം ഞാൻ ഇവനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും. പ്രിയമുള്ളവരെ, ആണ്ട് ആഘോഷിക്കാൻ പറ്റാത്തൊരു വിശുദ്ധനാണെന്ന് അവരെ. അന്ന് 1231 മരണമടഞ്ഞ് ഏതാണ്ട് 1232 മെയ് 30-ാം തീയതി ഈ വിശുദ്ധനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ കത്തോലിക്ക സഭയിൽ ഒരു ചരിത്രം പിറക്കുകയായിരുന്നു. ആദ്യമായി 1 വർഷത്തിന് മുമ്പ് 352 ദിവസം മാത്രം പ്രായമുള്ള സമയത്ത് മരണം കഴിഞ്ഞ് 352-ാമത്തെ ദിവസം ഈ വിശുദ്ധനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഇത്ര എളുപ്പത്തിൽ വേറെ ആരെയും വിശുദ്ധരാക്കിയിട്ടില്ലെന്നാ പറയുന്നത്. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ റെക്കോർഡ് വേറൊരുവൻ ഭേദിക്കുന്നുണ്ട്. അത് സെയിന്റ് പീറ്റർ ഓഫ് വെറോന എന്ന് പറയുന്നത്. അത് 336 ദിവസമേ എടുത്തുള്ളൂ. അപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. അദ്ദേഹം ഒരു ഡൊമിനിക്കൻ വൈദികൻ. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ അന്തോണീസ് ഇങ്ങനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നതിന് ശേഷം അത് എത്ര പെട്ടെന്ന് ഉയരാനുള്ള കാരണമെന്ന് വെച്ചാൽ ഒരുപാട് അത്ഭുതങ്ങൾ. ജീവിച്ചിരുന്നപ്പോൾ തന്നെ അത്ഭുതങ്ങളായിരുന്നു. മരണമടഞ്ഞതിന് ശേഷവും ഒരുപാട് അത്ഭുതങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചപ്പോൾ സഭയ്ക്ക് നിക്കക്കള്ളിയില്ലാതായിപ്പോയി. അങ്ങനെ ഉടനെ ഈ വിശുദ്ധനെ അല്ലെങ്കിൽ അന്തോണീസിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെ 32 വർഷങ്ങൾക്ക് ശേഷം ഈ വിശുദ്ധന്റെ പേരിൽ ഒരു ബസലിക്ക സ്ഥാപിക്കുകയും ആ ബസലിക്കയിലേക്ക് ഈ വിശുദ്ധന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകാൻ വേണ്ടി ഇത് തുറക്കുകയും ചെയ്യും. ആ സമയത്ത് അസീസി അല്ലെങ്കിൽ ഈ കപ്പൂച്ചിൻ സഭയുടെ ഡെഫിനിറ്റൽ ജനറൽ ആയിരുന്ന ബൊനവെഞ്ചൂർ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇത് കുഴിമാടം തുറന്നപ്പോൾ അസ്ഥികൾ ഇങ്ങനെ പുറത്തേക്ക് ഇടും. പക്ഷേ ഈ തലയൂടിൻ്റെ ഉള്ളിൽ നാവുണ്ടല്ലോ, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ നാവില്ലേ, അതേപോലെ വളരെ സുന്ദരമായി അതേപോലെ തന്നെ നിൽക്കുക.
ആ സമയത്താണ് ബനവഞ്ചൂര ആ നാവിനെ നോക്കി വല്ലാതെ പുകഴ്ത്തിക്കൊണ്ട് പാടുന്നത്. ഇത് സംഭവിക്കുന്നത് 1263 ഫെബ്രുവരി മാസം 8-ാം തീയതി. അങ്ങനെ ഫെബ്രുവരി മാസം 8-ാം തീയതി ലോകത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള ദൈവാലയത്തിൽ അഴുകാത്ത നാവിന്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നു. ഇവിടെ ഈ ഫെബ്രുവരി മാസത്തിൽ തിരുനാൾ ഇങ്ങനെ മറ്റ് ഇടവകകളിൽ നിന്ന് വിഭിന്നമായി ഇങ്ങനെ നിലനിൽക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ട് എന്നത് നാം ഓരോരുത്തരും ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വിശുദ്ധൻ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിശബ്ദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ നാവിന്റെ തിരുനാളാണ്. അതുകൊണ്ട് നിന്റെ നാവും തിരുനാൾ ആഘോഷിക്കാൻ പാകത്തിൽ ഒരുക്കിയെടുക്കുക എന്നതാണ് ഈ തിരുനാളിലൂടെ ഞാൻ നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതിനാൽ പ്രിയമുള്ളവരെ, ഈ തിരുനാൾ ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നാവിൻ്റെ പരിശീലനത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാനുള്ള ഒരു ആഹ്വാനം ഈ വിശുദ്ധൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാവിനെ പരിശീലിപ്പിക്കണം. എങ്ങനെയാണ് നാവിനെ പരിശീലിപ്പിക്കേണ്ടത്? നാവിനെ പരിശീലിപ്പിക്കേണ്ടത് പറയേണ്ടിടത്ത് പറയാനും നിശബ്ദമാകേണ്ടിയിടത്ത് നിശബ്ദമാകാനുമുള്ള ഒരു പരിശീലനം നാവിന് കൊടുക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. പക്ഷേ പലപ്പോഴും ആ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് വളരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പരമമായൊരു സത്യം. പലപ്പോഴും നിശബ്ദമാകേണ്ടിടത്ത് നമുക്ക് നിശബ്ദമാകാൻ പറ്റുന്നില്ല, പറയേണ്ടിടത്ത് നമുക്ക് പറയാനും പറ്റുന്നില്ല. അതിനാൽ വിശുദ്ധ അന്തോണീസിന്റെ അഴുകാത്ത നാവിന്റെ ഈ തിരുനാൾ ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവാലയത്തിനകത്തും പുറത്തുമായി വിശുദ്ധ ബലിയിലൂടെ നാം ഇങ്ങനെ കടന്നു പോകുമ്പോൾ വിശുദ്ധൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഈ നിന്റെ കൂടെയുള്ള നാവിനെ ഒരിക്കലും അഴുകാത്തതായി കൊണ്ടു നടക്കാൻ നീ പരിശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രിയമുള്ളവരെ, നാവിന്റെ പരിശീലനം നടക്കേണ്ട ഇടം ഏതാണ്? അത് ദൈവാലയമാണ്. ഈ ദൈവാലയം നാവിന്റെ പരിശീലനം നടക്കേണ്ട സമയം ഏതാണ്? ദൈവാലയത്തിലെ വിശുദ്ധ ബലിയുടെ സമയം. അവിടെയാണ് നാവിന്റെ പരിശീലനവും ആ സമയമാണ് നാവിന്റെ പരിശീലനം നടക്കേണ്ടതെന്ന് പറയാനുള്ള കാരണം, വിശുദ്ധ ബലിയിലൂടെ നാം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ബലിപീഠത്തിലേക്ക് നാം സമർപ്പിക്കുന്ന അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളായി മാറിയതിനു ശേഷം ആ ശരീരത്തോടു കൂടെ നിങ്ങളുടെ അടുക്കൽ വന്ന് ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് നൽകുമ്പോൾ അതെവിടെയാ ആദ്യം സ്പർശിക്കുന്നത്? വേറൊരിടത്തുമല്ല, നാവിലാണ്. പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭയുടെ ഏറ്റവും പരമമായ പ്രാർത്ഥനയായ വിശുദ്ധ ബലിയുടെ ശരിക്കും പറഞ്ഞ ഒരു സ്പർശന സുഖം അനുഭവിക്കുന്നത് ഈ സമയത്ത്. അതുകൊണ്ട് നാവിലേക്ക് വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ഈശോയുടെ ശരീരം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന നാവിലൂടെ. അപ്പൊ നാവിനെ സ്പർശിക്കുമ്പോൾ നാം ഉള്ളിൽ പ്രാർത്ഥിക്കണം, എൻ്റെ രക്ഷകനായ ക്രിസ്തുനാഥ, നിന്റെ പ്രത്യേക വിശുദ്ധനായ വിശുദ്ധ അന്തോണീസിന്റെ നാവിനെ പവിത്രമാക്കിയതുപോലെ എൻ്റെ നാവിനെയും നീ ഇതുപോലെ പവിത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ആ നാവിലേക്ക് ഈശോയുടെ ശരീരം ഒന്ന് നമ്മളെ സ്പർശിക്കുമ്പോൾ ഈ നാവിലൂടെ നമ്മുടെ ശരീരത്തിന് അടിമുടി മാറ്റം സംഭവിക്കണം എന്നാണ് ഈശോ നമ്മിലൂടെ ആവശ്യപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കാതെ പോകുന്നത്? അതിനാൽ പ്രിയമുള്ളവരെ, ഈശോ നമ്മുടെ നാവിലേക്ക് നമ്മളെ ഇങ്ങനെ സ്പർശിക്കുമ്പോൾ ആ നാവ് യൂദാസിൻ്റേത് പോലെ ആകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം യൂദാസിൻ്റെ നാവിലും ഈശോ ഇതുപോലെ ദിവ്യകാരുണ്യം വെച്ചു കൊടുത്തതാണ്. പക്ഷേ അവൻ്റെ ശരീരത്തിൽ നിറഞ്ഞത് പരിശുദ്ധാത്മാവല്ല, അശുദ്ധാത്മാവായിപ്പോയി. കാരണം എന്താ? അവൻ നന്നായി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ നിങ്ങളുടെ അടുക്കിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ നിങ്ങളുടെ നാവിനെ സ്പർശിച്ച് നിങ്ങളുടെ നാവിനെ വിശുദ്ധ അന്തോണീസിൻ്റേത് പോലെ അഴുകാത്ത നാവായി മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുമ്പോൾ ആ നാവിലേക്ക് ക്രിസ്തു സ്പർശം ആസ്വദിക്കാൻ നാം തീരുമാനിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ കടന്നുവരവായി ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് യഥാർത്ഥമായ ഒരു ഒരുക്കം കടന്നു വരേണ്ടത് അത്യാവശ്യം.